18ാം ലോക്സഭയിലേക്കുള്ള 7 ഘട്ടമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് 3 ഘട്ടം കഴിഞ്ഞ് നിൽക്കുന്ന ഈ അവസരത്തിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന വളരെ വലിയ കുറവ്, അതിനെ വിലയിരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ. ഇതാരെ തുണയ്ക്കും, ആർക്ക് ഗുണകരമായി വരും, ആർക്ക് ദോഷകരമായി വരും, ഏത് പാർട്ടിയാണ് പോളിംഗ് ശതമാനം കുറയുന്നത് കൊണ്ട് നേട്ടമുണ്ടാക്കുക? കൃത്യമായ ഒരു കണക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും പരമാവധി ശാസ്ത്രീയമായി ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കൂ, ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിക്ക് തങ്ങളുടെ സപ്പോർട്ട് ബേസിനെ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ടായി മാറ്റാൻ എളുപ്പമാണ്. ഇന്ത്യയിൽ പാൻ ഇന്ത്യ തലത്തിൽ കേഡർ സ്വഭാവമുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിന്റെ കേഡറിനോടൊപ്പം തന്നെ RSSന്റെ ചിട്ടയായ പ്രവർത്തനവും തീർച്ചയായും അനുഭാവികളെ, വോട്ടിംഗ് ഇന്റൻഷനുള്ള ആളുകളെ, അവസാനയാളെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. കേരളത്തിലാണെങ്കിൽ അതുപോലെ ഒരു സംവിധാനമുള്ളത് CPM-നാണ്. അപ്പൊ CPM-ന്റെ അണികളെ, സപ്പോർട്ടേഴ്സിനെ എല്ലാം തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. അതാണ് പൊതുനിരീക്ഷണം. അങ്ങനെയാണെങ്കിൽ പോളിംഗ് ശതമാനം കുറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണകരമാവേണ്ടതാണ്. എന്നാൽ അങ്ങനെ ഈസിയായി വിലയിരുത്താവുന്ന ഒന്നല്ല. ഇവിടെ വലിയ തോതിലുള്ള പോളിംഗ് വർധന പ്രതീക്ഷിച്ചു. ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിച്ചതും അത് തന്നെയാണ്. മോദിയുടെ ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ, അതിന്റെ കുന്തമുന തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഏപ്രിൽ മധ്യം വരെ ഉണ്ടായിരുന്ന ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വികസിത ഭാരതം. 2047 ആകുമ്പോൾ ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റും. അത് മാത്രമല്ല, ഭാരതത്തെ 9ാം സ്ഥാനത്ത് നിന്ന് മോദിയുടെ 10 വർഷത്തെ ഭരണം 5ാം സ്ഥാനത്തേക്ക് ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ, GDP അടിസ്ഥാനത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ എത്തിച്ചു എന്ന ക്ലെയിം. ഇത് GDP കണക്കിൽ ശരിയായിരിക്കാം, പക്ഷേ അത് ജീവിത നിലവാരത്തിൽ യഥാർത്ഥത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഉദ്ദേശിച്ച വർധന വന്നിട്ടുണ്ടോ? യഥാർത്ഥ കോർ വിഷയങ്ങളായ തൊഴിലില്ലായ്മ, വരുമാനം, ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം, ഇതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോയി എന്നതാണ് ഒരു പക്ഷെ വോട്ടർമാർ നോക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വളരെ വലിയ ക്യാമ്പയിൻ ഉണ്ടായി എങ്കിലും ഈ വികസിത ഭാരതം എന്ന സങ്കല്പം ഇപ്പോഴും ഒരു മരീചികയായി പല വോട്ടർമാരുടെ ഇടയിൽ നിൽക്കുന്നു. അതുകൊണ്ടാവാമല്ലോ 2004 തെരഞ്ഞെടുപ്പിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയി വീണ്ടും അധികാരത്തിലെത്തും, പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന പ്രതീക്ഷ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന രീതിയിലുള്ള BJP ക്യാമ്പയിൻ, അന്നത്തെ NDA ക്യാമ്പയിൻ, അത് വേണ്ട പോലെ ഫലപ്രദമാകാതെ പോയതും UPA-യുടെ 1ാം ഭരണം മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ വന്നതും അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് പല പ്രാവശ്യം പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു ഫോർമുല തന്നെയാണ് വികസന മുദ്രാവാക്യം. അത് ഏറ്റവും ആരോഗ്യപരമാണ്, യാതൊരു സംശയമില്ല. അതിൽ വിദ്വേഷമില്ല, കാലുഷ്യമില്ല, ഒന്നുമില്ല. പക്ഷേ അത് വേണ്ട രീതിയിൽ ട്രാക്ഷൻ കിട്ടുന്നില്ല, ജനമനസ്സുകളിലേക്ക് എത്തുന്നില്ല, ഉദ്ദീപിപ്പിക്കുന്നില്ല എന്നതുകൊണ്ടാവണമല്ലോ പ്രചരണ രീതി മാറ്റിപ്പിടിച്ചത്. മോദിക്ക് അനുകൂലമാണ് കാര്യങ്ങളെങ്കിൽ, BJPക്ക് അനുകൂലമാണ് കാര്യങ്ങളെങ്കിൽ, പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPക്ക് അനുകൂലമാണ്, ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും വീണു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രചരണത്തിന്റെ പിച്ചോ ടോണോ ടെനറോ കണ്ടന്റോ മാറ്റേണ്ടതില്ലായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഏപ്രിൽ 18 ശേഷം 26 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 3ാം ഘട്ടം. ഓരോ ഘട്ടം കഴിയുന്തോറും ഒരു ചെറിയ ഒരു കൾച്ചറൽ ദേശീയതയിൽ, സാംസ്കാരിക ദേശീയതയിൽ അധിഷ്ഠിതമായതും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ഒരു പ്രത്യേക മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന രീതിയിലും, ഇപ്പോഴത്തെ പ്രതിപക്ഷങ്ങൾ ഇസ്ലാം അനുകൂല നിലപാടാണ് എടുക്കുന്നത് എന്ന രീതിയിലുമുള്ള ഒരു നറേറ്റീവ് വരികയാണ്. ഇതെന്താണ് സംഭവിച്ചത്? അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. അത് പല രീതിയിൽ അതിനെ മനസ്സിലാക്കാം. എന്നെ കേൾക്കുന്നവർ അത് വ്യാഖ്യാനിക്കുന്ന പല രീതിയിലായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു നിരീക്ഷണം ഇതാണ്: ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ വോട്ടേഴ്സ് വോട്ട് ചെയ്തു, സംശയമില്ല. RSS ഉണർന്ന് പ്രവർത്തിച്ചു, അതും ഭംഗിയാണ്. പക്ഷെ മോദി തരംഗം, 2014 ഉണ്ടായ മോദി തരംഗം, അതിനേക്കാൾ ഗംഭീരമായി 2019 ഉണ്ടായിരുന്ന മോദി തരംഗം, ഈ 2 തരംഗത്തിലും BJPയുടെ കോർ വോട്ടർമാർ മാത്രമല്ല, വളരെ വലിയൊരു വിഭാഗം മധ്യവർഗങ്ങൾ മോദി പ്രഭാവത്തിൽ ആകൃഷ്ടരായി. മോദിക്ക് വികസന നായകനാവാൻ പറ്റും, ഇന്ത്യയെ വികസിപ്പിക്കാൻ കഴിയും എന്ന ഉത്തമ ബോധ്യത്തിൽ ഒരു അർബൻ മിഡിൽ ക്ലാസ് വളരെ വലിയ തോതിൽ രംഗത്ത് വന്നു. അതാണ് മോദിയുടെ ഉജ്ജ്വലമായ വിജയത്തിന് കാരണവും
BJPക്ക് 2019 303 സീറ്റ് കിട്ടാനുള്ള കാരണവും അതാണ്. ഇവർ പൊതുവെ സൈലന്റ് ആണ്, പക്ഷേ ഈ മധ്യവർഗമാണ് ഒപ്പീനിയൻ മേക്കേഴ്സ്. അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അവരുടെ സാമ്പത്തികമായ പ്രത്യേകത, അവരുടെ സാമ്പത്തികമായ ഉന്നമനം സാധ്യമാകുന്നത് ഏത് പാർട്ടിക്കാണോ സുസ്ഥിര ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, തങ്ങളുടെ നില ഭദ്രമാക്കാൻ കഴിയുന്നത്, അവർക്ക് വോട്ട്. അങ്ങനെയുള്ളവരെ ഉദ്ദീപിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഒന്നും തന്നെ ഇപ്രാവശ്യം പ്രചരണത്തിൽ ഉണ്ടായില്ല. ഈ ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ പറഞ്ഞു എന്നതല്ലാതെ ഒരുപക്ഷെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ആ കണക്കുകളായിരിക്കില്ല പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ വോട്ടുകളെങ്കിലും, മോദിക്ക് അനുകൂലമായി ലഭിക്കാവുന്ന കുറെ വോട്ടുകളെങ്കിലും മോദിക്കെതിരെ തിരിഞ്ഞിട്ടില്ല, BJPക്കെതിരെ തിരിഞ്ഞിട്ടില്ല. പക്ഷെ അത് മന്ദീഭവിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ ഈ വോട്ടുകൾ മന്ദീഭവിക്കപ്പെട്ടത് എക്കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായി ചെയ്തിരുന്ന ചില നിഷ്പക്ഷ വോട്ടുകൾ, നിഷ്പക്ഷരെങ്കിലും അവർ ഇടതുപക്ഷത്തിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടരായി വോട്ട് ചെയ്തിരുന്നവർ മന്ദീഭവിച്ചത് കൊണ്ടാവാം കേരളത്തിലെ വോട്ട് ശതമാനം കുറഞ്ഞത്. അതാണ് യാഥാർത്ഥ്യമെങ്കിൽ മോദി തീർച്ചയായും ഒരു ഭയപ്പാടിൽ തന്നെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടാവാം എന്തുകൊണ്ട് ഒരു വർഗീയ പിച്ച് വരുന്നു പ്രചരണങ്ങൾക്ക്. ഇതാ നിങ്ങളുടെ കെട്ടുതാലി പോലും അഴിച്ച് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ വരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ വിഭവങ്ങൾ, അതിന്റെ ആദ്യ അവകാശികൾ ന്യൂനപക്ഷങ്ങളാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് ന്യൂനപക്ഷങ്ങൾക്ക് വീതിച്ചു പോകും എന്ന് ഭൂരിപക്ഷ സമുദായത്തോട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സമൂഹം വേണ്ട രീതിയിൽ BJPക്ക് അനുകൂലമായി കൺസോളിഡേറ്റഡ് ആയില്ല എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആ വിഭാഗത്തെ തീവ്ര ദേശീയതയും ഹിന്ദുത്വ വികാരവും ഒരിക്കൽ കൂടി ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമം രാമജന്മഭൂമിയിൽ ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിത് പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഉണ്ടായ ഒരു ഉണർവുണ്ട്. തീർച്ചയായിട്ടും ആ ഉണർവ് കാണാതെ പോകരുത്. ആ ഉണർവ് വോട്ടായി മാറും എന്ന് ന്യായമായും BJP പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഒരു രാമതരംഗം ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായി ഒന്നാം ഘട്ടത്തിൽ തന്നെ പോളിംഗ് ഉയരുമായിരുന്നു. പ്രത്യേകിച്ച് മൂന്നാം ഘട്ടത്തിൽ BJPക്ക് അതിശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. മൂന്നാം ഘട്ടത്തിൽ, ഒന്നാം ഘട്ടം സൗത്ത് ഇന്ത്യയിലൊക്കെയാണ്, 1-2 ഘട്ടങ്ങൾ, അവർക്ക് BJPക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ മൂന്നാം ഘട്ടത്തിൽ 93 സീറ്റുകൾ പോളിംഗിന് പോയപ്പോൾ അത് 80 സീറ്റുകളും ജയിച്ചിരുന്നത് NDA സഖ്യമാണ്. അതിൽ തന്നെ BJPക്ക് 72 സീറ്റുകൾ ഉണ്ടായിരുന്നു. അവിടങ്ങളിൽ ഉൾപ്പെടെ, ഗുജറാത്തിൽ ഉൾപ്പെടെ BJPക്ക് എല്ലാ സീറ്റുകളും ജയിച്ചു വരാവുന്ന ഗുജറാത്തിൽ ഉൾപ്പെടെ 5% പോളിംഗ് കുറഞ്ഞപ്പോൾ ഇവിടെ ഒരു വേവ് ഇല്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഒരു തരംഗം, വേവ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം എന്താണ്? ഒരു വേവ് ഉണ്ടാകുമ്പോൾ വോട്ടിനെ സീറ്റ് ഷെയർ ആയിട്ട് മാറ്റുകയും അത് കൺവേർട്ട് ചെയ്ത് വലിയ നമ്പേഴ്സായിട്ട് മാറ്റുകയും ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് 2019 ആകെയുള്ള 543 സീറ്റുകളിൽ 234 സീറ്റുകളോളം BJP ജയിച്ചത് 50%-ലധികം വോട്ട് നേടിയാണ്. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണ്. 2-3-4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഓരോ സീറ്റിലും ഈ 232 സീറ്റുകളിൽ വിജയിച്ചത്. അത് വളരെ വലിയൊരു സൂചനയാണ്. ഇപ്രാവശ്യം തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുന്ന സീറ്റുകളിൽ ഉൾപ്പെടെ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു തരംഗ സമാനമായ ഒരു തരംഗവുമില്ല. മോദിക്കെതിരെയും തരംഗമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, മോദിക്ക് അനുകൂലമായും തരംഗമുണ്ടെന്ന് കരുതുന്നില്ല. കൺഫ്യൂസ്ഡ് ആണ് വോട്ടർമാർ, പൊതുവെ കൺഫ്യൂസ്ഡ് ആണ്. ഈ കൺഫ്യൂസ്ഡ് ആകുന്നതിന്റെ ഒരു പ്രധാന കാരണം ജാതി എന്ന ഒരു ഘട്ടമാണ്. ഒരു ഹൈന്ദവ ദേശീയതയെ വിഘടിപ്പിച്ച് നിർത്താൻ ഉപയോഗിക്കാവുന്ന ഒരു വജ്രായുധമാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജാതി സെൻസസ്. അപ്പൊ ജാതി സെൻസസ് കൊണ്ടുവരുമെന്ന് പറയുന്നു. ഒരുപാട് പേര് ആ ഒരു വിഷയത്തിൽ ആകൃഷ്ടരായി. അതേസമയം മോദി സബ്കാ വികാസ്, സബ്കാ സാത്ത്, അല്ലെ, സബ്കാ പ്രയാസ് ഇത് പറയുന്നു. അപ്പൊ എല്ലാവരെയും ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നു. അപ്പൊ ജനം കൺഫ്യൂസ്ഡ് ആണ്. അത് മാത്രമല്ല 400 സീറ്റ് 400 പാർ എന്ന് പറയുന്നു. 400 സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3-2 ഭൂരിപക്ഷത്തിൽ അധികമാണ്. 370 സീറ്റ് BJPക്ക് മാത്രമെന്ന് പറയുന്നു മോദി. അങ്ങനെ ആവശ്യപ്പെടുന്നു, അങ്ങനെ അഭ്യർത്ഥിക്കുന്നു ജനങ്ങളോട്. അതിനർത്ഥം എന്താണ്? ഞങ്ങൾക്ക് 3-2 ഭൂരിപക്ഷം തരൂ എന്ന് പറയുന്നതിന് തുല്യമാണ്. 3-2 ഭൂരിപക്ഷത്തിന്റെ അർത്ഥം എന്താണ്? 3-2 ഭൂരിപക്ഷം ലോക്സഭയിൽ ലഭിച്ചാൽ രാജ്യസഭയിലും തത്തുല്യമായ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ നിർണായകമായ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാനാവും. അങ്ങനെ ഭേദഗതി ചെയ്യുമ്പോൾ ഒരുപക്ഷെ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ടേക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ OBCകൾ അനുഭവിക്കുന്ന സംവരണം, അത് വലിയ നമ്പറാണ്. OBC 52%-ലധികം OBC ആണ്. OBC സംവരണത്തിൽ കടക്കൽ കത്തിവയ്ക്കുമോ എന്ന ഒരു ഭയം ചിലർക്കെങ്കിലുമുണ്ട്. അത് ആളിക്കത്തിക്കാൻ ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തിന്
സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ജനം കൺഫ്യൂസ്ഡ് ആണ്. ദേ ആർ നോട്ട് അഗൈൻസ്റ്റ് മോദി. മോദിയെ പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല, പൂർണ്ണമായി അവിശ്വസിക്കുന്നില്ല. എന്നാൽ കണ്ണുമടച്ച് ഈ മോദിയുടെ ഗ്യാരണ്ടികൾ എന്നത് വിശ്വസിക്കാനും ജനം തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ മരവിപ്പിക്കപ്പെട്ട കുറെ വോട്ടുകളാണ്, അല്ലെങ്കിൽ എൻത്യൂസിയാസം കുറഞ്ഞു. രാമക്ഷേത്രത്തിന്റെ എൻത്യൂസിയാസം ജാനുവരിയിലുള്ളതിനേക്കാൾ കുറഞ്ഞു, ഫെബ്രുവരിയിൽ, മാർച്ചിൽ അതിനേക്കാൾ കുറഞ്ഞു, ഏപ്രിലിൽ അത് തീരെ ഇല്ലാതായി. ആ രാമതരംഗം എന്നത് ഇല്ലാതായി. ആ ക്ഷേത്രം, ആ ഗുഡ്വില്ലുണ്ട്, തീർച്ചയായും ആ ഗുഡ്വില്ലിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന തീവ്ര വികാരത്തിന്റെ അഭാവമാണ് ഒരുപക്ഷെ വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണം. ഒരുപക്ഷെ അതായിരിക്കണം ഒരു നെഗറ്റീവ് ക്യാമ്പയിനിലേക്ക്, അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണത്തിലേക്ക്, ഹെയ്റ്റ് സ്പീച്ചസിലേക്ക് പ്രധാനമന്ത്രിയെയും ചില BJP നേതാക്കളെയും കൊണ്ടു നിർത്തിച്ചത്. അതായിരിക്കണം. അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് ആകുലപ്പെടുത്തുന്നത് BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും തന്നെയാണ്. കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ചെറിയ ഉണർവാണ് അതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം.